മോനെ വിനോദേ, ശ്യാമയ്ക്ക് പുറത്ത് പോകണമെങ്കിൽ നീ കൂടെ പോയാൽ പോരെ? എന്തിനാ വിനീഷിന്റെ കൂടെ അവളെ അയക്കുന്നത്, അതും ബൈക്കില്? നിനക്ക് ഈ നാട്ടുകാരെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അവരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്നോ? വിനോദ് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞെത്തിയതും അമ്മ ദേവകി സ്വകാര്യമായി തന്റെ മകനെ വിളിച്ചു പറഞ്ഞു. അമ്മ പറഞ്ഞത് അത്ര ദഹിക്കാത്ത മട്ടിൽ അവൻ അവരെ ഒന്ന് നോക്കി. നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അവരവന് വീണ്ടും താക്കീത് നൽകി. എനിക്ക് ഓഫീസിൽ തിരക്കുള്ളത് കൊണ്ടാണ് ശ്യാമയോട് വിനീഷിന്റെ കൂടെ പോകാൻ പറഞ്ഞത്. അല്ലെങ്കിലും അവർ ഒന്നിച്ച് ബൈക്കിൽ യാത്ര ചെയ്താൽ എന്താണമ്മേ? വിനീഷ് എൻ്റെ അനിയനാണ്, ശ്യാമ എൻ്റെ ഭാര്യയും. രണ്ടുപേരെയും എനിക്ക് നന്നായി അറിയാം. ആങ്ങളമാരില്ലാത്ത ദുഃഖം മാറിയത് കല്യാണം കഴിഞ്ഞ് വന്ന് അനിയനായി വിനീഷിനെ കിട്ടിയത് മുതലാണെന്ന് ശ്യാമ എപ്പോഴും എന്നോട് പറയാറുണ്ട്. അവനും തിരിച്ച് അവളോട് അങ്ങനെ തന്നെയാണ്. മനസ്സിൽ കളങ്കം വെച്ച് നോക്കുമ്പോഴേ ഏതെങ്കിലും തെറ്റ് കാണുകയുള്ളൂ അമ്മേ. നാട്ടുകാർക്ക് എന്താണ് പറയാൻ വയ്യാത്തത്? അവരുടെ വാക്കം കേട്ട് ദയവ് ചെയ്ത് അമ്മ ഇത്രയ്ക്ക് ചീപ്പാകരുത്. വിനോദിന്റെ മുഖഭാവം കണ്ടപ്പോൾ ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് അവർക്ക് തോന്നി. ഇന്ന് കുടുംബശ്രീക്ക് പോയപ്പോൾ 1-2 പെണ്ണുങ്ങൾ കൊളുത്തിവിട്ട തീയാണ്. അവൻ തന്നെക്കുറിച്ച് എന്ത് കരുതി കാണും? ഒന്നുമില്ലെങ്കിലും വിനീഷ് തൻ്റെ വയറ്റിൽ പിറന്നതല്ലേ, അവനെ തനിക്ക് അറിയാവുന്നതുപോലെ മറ്റാർക്കാണ് അറിയുക? അതെങ്കിലും ഓർക്കേണ്ടതായിരുന്നു. അവർ തല ചൊറിഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. വിനോദ് മുറിയിലെത്തുമ്പോൾ ശ്യാമ വിഷമത്തോടെ തല കുനിച്ചിരിപ്പുണ്ടായിരുന്നു. എന്തായി ഷോപ്പിംഗ് ഒക്കെ? കടയിലുള്ളത് മുഴുവൻ വാരി കൂട്ടിയോ? അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല. തികഞ്ഞ മൗനം പാലിച്ചു. എന്താ ശ്യാമേ, എന്താ മുഖം വല്ലാതെ ഇരിക്കുന്നത്? അവളെ ചേർത്ത് നിർത്തി വിനോദ് ചോദിച്ചതും അവൻ്റെ മാറിലേക്ക് തല ചായച്ചുകൊണ്ട് അവൾ വിതുമ്പി. എന്താ ശ്യാമേ, നീ കാര്യം പറയൂ. അവന് ടെൻഷനായി. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 3 വർഷമായി വിനോദേട്ടാ. നമ്മുടെ കുഞ്ഞിന് ഇപ്പോൾ വയസ്സ് 2 ആകുന്നു. ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ എന്നോർക്കുമ്പോഴാ. അത് പറയുമ്പോൾ അവളുടെ തേങ്ങലിൻ്റെ ശക്തി കൂടി. അമ്മ പറഞ്ഞത് നീ കേട്ടല്ലേ? അവൾ തലയാട്ടി. നോക്ക് ശ്യാമേ, ഞാനാണ് നിന്റെ ഭർത്താവ്. എനിക്കില്ലാത്ത പ്രശ്നമാണോ നാട്ടുകാർക്ക്? എന്നെ മാത്രം നീ കണക്കാക്കിയാൽ മതി. അമ്മ പഴഞ്ചൻ ചിന്താഗതി വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. അത് നീ കാര്യമാക്കണ്ട. എനിക്ക് നിന്നെയും അറിയാം, അവനെയും അറിയാം. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളെ യാതൊരു വിശ്വാസക്കുറവും ഇല്ല. ഇനിയും നീ അവൻ്റെ കൂടെ തന്നെ പുറത്ത് പോയാൽ മതി. നോക്കട്ടെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അവൻ അത് പറഞ്ഞതും അത്ര നേരം വിഷമം തൂങ്ങി നിന്ന് അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അത് കണ്ടതും അവനും സന്തോഷമായി. വിനീഷ് എത്തിയില്ലേ? ആരെയൊക്കെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് വൈകിട്ട് പോയതാ. എന്താ ചെക്കനിനി നമ്മളറിയാതെ വല്ല ചുറ്റിക്കളിയുണ്ടോ? വിനോദ് കണ്ണിറക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, അതിന് ചാൻസില്ല. കല്യാണ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ പെൺകുട്ടിയെ അമ്മയും നമ്മളും കൂടി കണ്ടെത്തിയാൽ മതിയെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും അമ്മ ചായയുമായി എത്തിയിരുന്നു. വിനോദേ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. വിനീഷിനിപ്പോൾ വയസ്സ് 28 ആയില്ലേ? അപ്പുറത്തെ വീട്ടിലെ ശിവേട്ടൻ അവനു വേണ്ടി ഒരു കല്യാണ ആലോചന കൊണ്ടുവന്നിരുന്നു. നല്ല കൂട്ടരാണെന്നാ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആഹാ, ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചത് അവൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ചാണ്. അതിനെന്താ, ഈ ഞായറാഴ്ച നമുക്ക് പോയി കാണാം. എനിക്കും ലീവാണല്ലോ. ആ അഭിപ്രായം എല്ലാവർക്കും സമ്മതമായിരുന്നു. രാത്രി വിനീഷ് വന്നപ്പോഴും അവർ അതേപ്പറ്റി സംസാരിച്ചു. അവന് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞായറാഴ്ച വിനോദും വിനീഷും ശ്യാമയും ചേർന്ന് പെണ്ണ് കാണാൻ പുറപ്പെട്ടു. തിരികെ വന്നതും പെണ്ണിനെക്കുറിച്ചും അവരുടെ കുടുംബത്തെപ്പറ്റിയും ഒരു 100 കുറ്റം പറഞ്ഞത് ശ്യാമയായിരുന്നു. അമ്മേ, നമ്മുടെ അന്തസ്സിന് ചേർന്ന ബന്ധമല്ലാതെ വിനീഷിന്റെ അന്തസ്സിനും യോഗ്യതയ്ക്കും ഇതിലും നല്ല കുട്ടിയെ കിട്ടും. നമ്മുടെ വിനീഷ് എന്താ അത്രയ്ക്ക് മോശമാണോ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ ആലോചന മുടക്കി. വിനീഷിന്റെ കാര്യത്തിൽ സ്വന്തം സഹോദരി എന്ന പോലെയുള്ള ശ്യാമയുടെ ശ്രദ്ധയും കരുതലും കണ്ട് അമ്മയും വിനോദും സന്തോഷിച്ചു. അങ്ങനെ തങ്ങൾക്ക് ചേർന്ന ഒരു ബന്ധം അന്വേഷിച്ച് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. കാണുന്ന പെൺകുട്ടികളിലെല്ലാം എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടെത്തി അതെല്ലാം മുടങ്ങിപ്പോയി. ഇന്നിപ്പോൾ വിനോദിന്റെയും ശ്യാമയുടെയും കുട്ടിക്ക് 5 വയസ്സായി. അവൾ സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നു. അപ്പോഴും വിനീഷിന് വേണ്ടിയുള്ള പെണ്ണ് കാണൽ തുടർന്നുകൊണ്ടേയിരുന്നു. ജോലി സംബന്ധമായി പലപ്പോഴും വിനോദിന് വീട് വിട്ട് നിൽക്കേണ്ടി വരുമ്പോഴും ശ്യാമയും വിനീഷും അമ്മയും ചേർന്നാണ് പെണ്ണ് കാണാൻ പോയിരുന്നത്. വിനോദേട്ടാ, അങ്ങനെ ഇത്ര കാലത്തെ നമ്മുടെ ഓട്ടപ്പാച്ചിൽ നിൽക്കാൻ പോവുകയാണ്. ഇന്നലെ ഞങ്ങൾ പോയി കണ്ടില്ലേ ഒരു കൂട്ടരെ? അവരെ നമുക്കും ബോധിച്ചു, നമ്മളെ അവർക്കും ബോധിച്ചു. അവർ കുറച്ചു മുന്നേ വിളിച്ചതാണ്. ഇത് നടക്കും, ഉറപ്പാണ്. യാത്ര കഴിഞ്ഞെത്തിയതും ശ്യാമ പറഞ്ഞത് സന്തോഷമുള്ള വാർത്തയായിരുന്നു. എന്താ കുട്ടിയുടെ പേര്? നിമ്മി. ലണ്ടനിൽ നഴ്സാണ്. ലണ്ടനിലോ? അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? ഇത്ര നല്ല സാലറിയുള്ള ജോലി വേണ്ടാന്ന് വെക്കാൻ പറ്റൂ വിനോദേട്ടാ? കല്യാണമായിട്ട് 1 മാസത്തെ ലീവിനെ ആ കുട്ടി വരികയുള്ളൂ. ഞങ്ങൾ നിമ്മിയോട് വീഡിയോ കോളിലൂടെയാണ് സംസാരിച്ചത്. വിവാഹം കഴിഞ്ഞ് ആ കുട്ടി പോയാലും 1 വർഷത്തിനുള്ളിൽ വിനീഷിനും അവിടെ ഒരു ജോബ് നോക്കിയാൽ പോരെ? പിന്നെ അവർക്ക് 2 ആൾക്കും അവിടെ സെറ്റിലാകാം. അവന് സമ്മതമാണോ ഈ ബന്ധത്തിന്?
വിനീഷിന്റെ സമ്മതമില്ലാതെ പിന്നെ അവരോട് വാക്ക് പറയൂ വിനോദേട്ടാ. അത് കേട്ടപ്പോഴാണ് വിനോദിനും ആശ്വാസമായത്. അങ്ങനെ വിവാഹം അധികം വൈകിക്കാതെ തന്നെ നടന്നു. നിമ്മിയുടെ ലീവിന്റെ ഡേറ്റും കല്യാണവും യോജിച്ചു പോകുന്നതിന് വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ വിവാഹം നടത്തിയത്. കല്യാണവും വിരുന്നും എല്ലാം കഴിഞ്ഞ് കൃത്യം 1 മാസം കഴിഞ്ഞതും നിമ്മി ലണ്ടനിലേക്ക് തിരികെ പോയി. അന്ന് നിമ്മിയെ യാത്രയാക്കേണ്ട ദിവസം കുഞ്ഞിന് നല്ല സുഖമില്ലാതിരുന്നത് കൊണ്ട് വിനോദും കുട്ടിയും വീട്ടിൽ തന്നെ ഇരുന്നു. അച്ഛനെന്താ ഇടയ്ക്കിടയ്ക്ക് മോളെ തനിച്ചാക്കി പോകാറ്? തൻ്റെ അച്ഛൻ്റെ ചൂടേറ്റ് കിടക്കവേ അവൾ ചോദിച്ചു. അച്ഛൻ ജോലിയുടെ ആവശ്യത്തിന് പോകുന്നതല്ലേടാ. അച്ഛനില്ലെങ്കിൽ എന്താ, അമ്മയല്ലേ മോളുടെ കൂടെ. അച്ഛൻ ഇല്ലാത്തപ്പോഴൊക്കെ ചെറിയച്ഛനാ ഇവിടെ വന്ന് അമ്മയുടെ കൂടെ കിടക്കാറ്. ഞാൻ ഉറങ്ങിയെന്ന് കരുതിയാ ചെറിയച്ഛൻ ഇവിടെ വന്ന് കിടക്കാറ്. പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവാറില്ല. ചെറിയച്ഛൻ അമ്മയെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. എനിക്കതൊന്നും ഇഷ്ടമല്ല അച്ഛാ. അച്ഛൻ ഇനി എവിടെയും പോകണ്ട. തൻ്റെ മകൾ പറഞ്ഞത് കേട്ട് തലയിൽ ഇടിവെട്ടേറ്റതുപോലെ തോന്നി വിനോദിന്. എന്താ മോള് പറഞ്ഞത്? ശരീരത്തിൽ വിറയൽ മാറാതെ തന്നെ വിനോദ് ചോദിച്ചു. അതെ അച്ഛാ, ഞാൻ പറയുന്നത് സത്യമാണ്. മനസ്സിനേറ്റ ആഘാതം മാറാതെ തന്നെ വിനോദ് തൻ്റെ മകളെ ചേർത്ത് പിടിച്ചു. ദൈവമേ, ഇനി എന്തു പറഞ്ഞാണ് മോളെ ആശ്വസിപ്പിക്കേണ്ടത്? അതിലുപരി ഇനി എന്തു പറഞ്ഞാണ് താൻ സ്വയം ആശ്വസിക്കേണ്ടത്? ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യ തന്നെ ചതിച്ചെന്നോ, വഞ്ചിച്ചുവെന്നോ? വിനോദിന്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായി ഇറ്റുവീണുകൊണ്ടിരുന്നു. ഭൂതകാലത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് പലതും അവന് നഷ്ടപ്പെട്ടത്. വർഷങ്ങളോളം വന്നിരുന്ന നല്ല പല കല്യാണാലോചനകളും ശ്യാമ മുടക്കിയതും ഒടുക്കം ലണ്ടനിൽ ജോലി ചെയ്യുന്ന നിമ്മിയുടെ ആലോചന മുറുകെ പിടിച്ചതും അപ്പോൾ മനഃപൂർവ്വമായിരുന്നു. അവരുടെ സൗകര്യത്തിനു വേണ്ടി. പാവം നിമ്മി തന്നെപ്പോലെ തന്നെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഓരോന്നോർക്കും തോറും അവൻ്റെ ദേഹം കോപത്താൽ വിറച്ചു. എയർപോർട്ടിൽ നിന്ന് തിരികെ എത്തുമ്പോൾ രണ്ടുപേരുടെയും മുഖത്തും ഒരു സന്തോഷം വിനോദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കണ്ടതും രണ്ടിനെയും കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത്. എങ്കിലും അവനത് പ്രകടമാക്കിയില്ല. രാത്രി കിടക്കാൻ നേരം അവൾ എന്നത്തെയും പോലെ കൊഞ്ചിക്കൊണ്ട് വന്നെങ്കിലും അവൻ നല്ല സുഖമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോഴും തൻ്റെ മകൾ പറഞ്ഞത് കള്ളമായിരിക്കുമോ എന്ന് പോലും വിനോദ് ചിന്തിച്ചുപോയി. തൻ്റെ ഭാര്യ തന്നെ ഒരിക്കലും ചതിക്കില്ലെന്ന വിശ്വാസത്തിൻ്റെ കണിക ഇപ്പോഴും അവനിൽ അവശേഷിച്ചു നിന്നു. അങ്ങനെ പിന്നീടും ജോലി സംബന്ധമായ ഒരു യാത്രയുണ്ടെന്ന് പറഞ്ഞ് വിനോദ് 2 ദിവസം വീട് വിട്ടുനിന്നു. അന്നേരം മോളോട് അമ്മയുടെ കൂടെ കിടക്കാനാണ് ആവശ്യപ്പെട്ടത്. അന്ന് രാത്രി വീടിന് കുറച്ചു മാറിയുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്താണ് വിനോദ് താമസിച്ചത്. മുറിയിൽ ആരും അറിയാതെ ഘടിപ്പിച്ച ക്യാമറ വിനോദ് തൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു. സമയം ഏകദേശം 10 മണിയായി കാണും. ഈ സമയത്ത് അമ്മ നല്ല ഉറക്കത്തിലായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലാപ്പിൽ തെളിഞ്ഞ വിഷ്വലിൽ ശ്യാമയും വിനീഷും. ഒരു ഭർത്താവ് കാണാൻ പാടില്ലാത്ത ദൃശ്യങ്ങൾ അവൻ വേദനയോടെ നോക്കിക്കണ്ടു. അതും തൻ്റെ കൂടപ്പിറപ്പും ഭാര്യയും. നിന്റെ ഭാര്യ വിളിച്ചില്ലേ? വിനീഷിനെ പറ്റിക്കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഓ പിന്നെ, നിന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴല്ലേ ഞാൻ അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പറഞ്ഞ് വിനീഷ് അവളെ വരിഞ്ഞു മുറുക്കി. തൻ്റെ മുന്നിൽ വെച്ച് അത്രയും ബഹുമാനത്തോടെ ചേച്ചിയെന്ന് വിളിക്കുന്നവനാണ്. അവന് കലിയടക്കാൻ കഴിഞ്ഞില്ല. ദേ വിനീഷേ, പിന്നെ ഒരു കാര്യം, ഈ മാസം എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. പണി കിട്ടിയോ എന്നൊരു സംശയം, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. അയ്യോ, പണി പാളിയോ? ഇനി എന്തു ചെയ്യും? അവനും ടെൻഷനായി. നീ പേടിക്കൊന്നും വേണ്ട. കൊച്ചിൻ്റെ അച്ഛൻ നീയാണെങ്കിലും അതെൻ്റെ ഭർത്താവിൻ്റെ തലയിൽ വെച്ചു കൊടുക്കാം. അയാളൊരു മണ്ടനായതുകൊണ്ട് വിശ്വസിച്ചോളും. അതും പറഞ്ഞ് രണ്ടാളും പൊട്ടിച്ചിരിക്കുമ്പോൾ വിനോദ് കോപം കൊണ്ട് അടിമുടി വിറച്ചു. വിഷ്വൽസ് ഫോണിലേക്ക് കോപ്പി ചെയ്ത് ആദ്യം നിമ്മിക്കാണ് അയച്ചത്. പിന്നെ ശ്യാമയ്ക്കും വിനീഷിനും അയച്ചു. ഫോണിൽ വന്ന വീഡിയോസ് കണ്ട് ഇരുവരും ഒരുപോലെ ഞെട്ടി. മുറിക്കുള്ളിൽ ക്യാമറ തപ്പി വെപ്രാളപ്പെടുന്ന അനിയനെയും ഭാര്യയെയും സ്ക്രീനിൽ കണ്ടു അവൻ പ്രതികാര ചിരിച്ചിരിച്ചു. പിന്നീട് ഫാമിലി ഗ്രൂപ്പുകളിലൂടെയും ആ വീഡിയോ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി വിനോദ് വീട്ടിൽ കയറി ചെന്ന് അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ രണ്ടാളെയും മുറിയിൽ നിന്ന് പുറത്തിറക്കി തലങ്ങും വിലങ്ങും തല്ലി. അമ്മ അന്നൊരിക്കൽ പറഞ്ഞത് കേൾക്കാതിരുന്നതിന് അവൻ മാപ്പും പറഞ്ഞു. എല്ലാം അറിഞ്ഞതും അമ്മയും കണക്കിന് കൊടുത്തു രണ്ടാൾക്കും. പിറ്റേന്ന് നിമ്മിയുടെ ആങ്ങളമാർ വന്നും വിനീഷിനെ പൊതിരെ തല്ലി. അമ്മയോ വിനോദോ അവരെ തടുക്കാനോ എതിർക്കാനോ ചെന്നില്ല. കലിയടങ്ങിയ അവരെ വിനോദ് സമാധാനിപ്പിച്ചു വിട്ടു. ശ്യാമയുടെ വീട്ടുകാർ എല്ലാം അറിഞ്ഞു വന്ന് പട്ടിയെ തല്ലും പോലെ അവളെ തല്ലി വലിച്ചിഴച്ചാണ് കൊണ്ടുപോകാൻ നിന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ശ്യാമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബന്ധമായിരുന്നു ഇത്. നിൽക്ക്, ഇവൻ്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിൽ വളരുന്നുണ്ടെങ്കിൽ അവളിനി വിനീഷിൻ്റെ കൂടെ ജീവിക്കട്ടെ. അവരിറങ്ങാൻ നേരം അമ്മ പറഞ്ഞതും ശ്യാമയ്ക്കും വിനീഷിനും സന്തോഷമായി. പക്ഷെ ഈ വീട്ടിൽ ഇനി ഇവന് സ്ഥാനമില്ല. ഇവളുടെ ഒപ്പം ഇവനും ഇന്നീ പടിയിറങ്ങണം. എനിക്കിനി മകനായി വിനോദ് മാത്രമേ ഉള്ളൂ. അതും പറഞ്ഞവർ വിനീഷിനെയും ശ്യാമയെയും പുറത്തേക്ക് പിടിച്ചു തള്ളി. എല്ലാ സൗഭാഗ്യവും നഷ്ടപ്പെട്ടതോർത്ത് അവൻ ഖേദിച്ചു. പിന്നീട് അവൻ അവളോട് സ്നേഹത്തോടെ പെരുമാറിയതേയില്ല.
എന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അടിയും വഴക്കും ഉണ്ടാക്കും. സ്നേഹനിധിയായ തൻ്റെ ഭർത്താവിനെ ചതിച്ചതോർത്ത് അവൾ നീറി കഴിഞ്ഞു. അപ്പോഴും ബാക്കിയായത് നിമ്മിയുടെ ജീവിതമാണ്. തന്നെപ്പോലെ വഞ്ചിക്കപ്പെട്ടവളല്ലേ ആ കുട്ടിയും. നിമ്മി നാട്ടിലെത്തിയതും വിനോദ് അവളെ പോയി കണ്ടു. തൻ്റെ മകളെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെയെന്നും മറ്റാരെക്കാളും നമുക്ക് പരസ്പരം മനസ്സിലാകുമെന്നും ഒരാഗ്രഹം വിനോദ് പ്രകടിപ്പിച്ചു. ആ തീരുമാനത്തോട് നിമ്മിക്കും വിയോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടെ വിനോദിൻ്റെ ജീവിതത്തിലേക്ക് നിമ്മി കടന്നു വന്നു. സ്നേഹത്തിൽ വഞ്ചന കാണിക്കാതെ അവർ പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിച്ചു. വിനീഷ് ശ്യാമയെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. അവൻ സമ്മാനിച്ച കുഞ്ഞിനെ പോറ്റാൻ വിശ്രമമില്ലാതെ പണിയെടുക്കുമ്പോൾ ഒക്കെയും അവൾ വിനോദിനെ ഓർത്തു. അപ്പോഴൊക്കെയും താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തനിക്ക് ദൈവം തന്നതാണെന്ന് ആശ്വസിച്ച് അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്നു. പണ്ടാരോ പറഞ്ഞ പോലെ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കൂ അത്രേ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.